എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും ഭഗവാൻ സമർപ്പിക്കാനായിട്ട് പൂജാദ്രവ്യങ്ങൾ, അതായത് നെയ്യ്, എണ്ണ, പൂക്കള്, ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഇന്നിപ്പോൾ സമയക്കുറവ് കാരണം കുറച്ച് തുളസി പൂക്കളാണ് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഭഗവാൻ സമർപ്പിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിന്ന് കുടുംബസമേതം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. തിരുവേഗപ്പുറയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ വെള്ളിയാങ്കല്ല് പാലം വഴിയാണ് പോയത്. പാലാണ് ഈ കാണുന്നത്. പുഴയിൽ വെള്ളം വളരെ കുറവാണ്. ഭാരതപ്പുഴയോട് ചേർന്നുള്ള വെള്ളിയാങ്കല്ല് പാർക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുവേഗപ്പുറ ക്ഷേത്രത്തിലെത്തി. കിഴക്കേ ഗോപുരമാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിൽ സപ്താഹം, അതേപോലെ ഉത്സവകാലത്ത് കലാപരിപാടികൾ ഇതൊക്കെ നടത്താറുള്ള വേദിയാണ് ഇത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടക്കിലുള്ള ആൽത്തറയാണ് ഈ കാണുന്നത്. തുലാഭാരം ഇവിടെയാണ് നടക്കുന്നത്. തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രത്തിലെ കൂത്തമ്പലം. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇവിടെ സന്ധ്യാസമയത്ത് എന്നും നാമം ജപിക്കാൻ ഉള്ള ഒരു നാട്ടിലുള്ള എല്ലാ അമ്മമാരും കുട്ടികളെല്ലാവരും ചേർന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് നാമം ജപിക്കാറുണ്ടായിരുന്നത്. ഇവിടെ കളമെഴുത്തുപാട്ട് നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ നിലത്ത് ടൈൽസ് വിരിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേടത്തിലെ 30 ഞായറാഴ്ചയാണ് ഇവിടെ പാട്ട് തുടങ്ങുന്നത്. ശ്രീമൂലസ്ഥാനത്തിന്റെ സങ്കല്പമാണ് ഇവിടെ. എരഞ്ഞപുരാന്തകന്റെ പ്രതിഷ്ഠ ഇവിടെയാണ്. ഇത് അയ്യപ്പന്റെ പ്രതിഷ്ഠയാണ്. പരമഭക്തനായ പൂന്താനത്തിന് വാർദ്ധക്യകാലത്ത് ഗുരുവായൂരിലേക്ക് പോവാൻ സാധിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഇതെന്നാണ് സങ്കല്പം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരമാണ്. ശ്രീ ഇളയനാട് ഭഗവതി, വേട്ടക്കരൻ എന്നീ ഉപദേവതകളുടെ ശ്രീകോവിലാണ് ഇത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തായി പുഴയിലേക്കുള്ള കടവാണ് ഈ കാണുന്നത്. തൂതപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ തമ്മിൽ യോജിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലമാണ് ആ കാണുന്നത്. പുതിയതായി നിർമ്മിക്കുന്ന ഊട്ടുപുരയാണ് നമ്മൾ കാണുന്നത്.
3 കൊടിമരങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രം. മഹാദേവൻ, ശങ്കരനാരായണൻ, മഹാവിഷ്ണു എന്നീ 3 ദേവന്മാർക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത്. ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ പ്രൗഢിയും ഒത്തിണങ്ങിയ ഈ ക്ഷേത്രത്തിലെ തൂണുകൾ അതിമനോഹരമായ ശില്പഭംഗി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ക്ഷേത്ര മതിലുകള്, കൂത്തമ്പലം, കൊടിമരം, ആനകളെ എഴുന്നള്ളിച്ച് നിർത്തുവാനുള്ള നടപ്പുര, ഇതെല്ലാം മഹാക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. കാര്യസാധ്യത്തിനായി ഇവിടെ എരഞ്ഞപുരാന്തകരൻ അടക്കറി നിവേദ്യം ഇവിടുത്തെ പ്രത്യേകതയാണ്. ശിവരാത്രി, ഭാഗവത സത്രം, കളമെഴുത്തുപാട്ട്, വൈക്കത്തഷ്ടമി, കുംഭമാസത്തിലെ 8 ദിവസത്തെ ഉത്സവം എന്നിവ വളരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഇവിടുത്തെ തന്ത്രിസ്ഥാനം കാലടി പടിഞ്ഞാറേടത്ത് ഇല്ലക്കാർക്കാണ്. തിരുവേഗപ്പുര മൂർത്തിത്രയങ്ങളുടെയും ഉപദേവന്മാരുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്.